ചിരിവടർത്തിയ 30 വർഷം നീണ്ട അഭിനയ ജീവിതത്തിൽ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു പിടി കഥാപാത്രങ്ങൾ സമ്മാനിച്ച സലീം കുമാർ വിടവാങ്ങി. കോമഡി നടൻ എന്ന ലേബലിൽ മാത്രം സലീം കുമാർ ഒതുങ്ങിയില്ല. അച്ഛനുറങ്ങാത്ത വീട്ടിലെ സാമുവേലും ആദാമിന്റെ മകൻ അബുവിലെ അബൂക്കയും പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും നീറുന്ന ഓർമ്മകളാണ്. സലീം കുമാറിലെ അഭിനേതാവിനെ ആദ്യമായി തുറന്നുകാട്ടിയ ചിത്രങ്ങളായിരുന്നു ഇവ. സ്ഥിരം അഭിനയ ശൈലികളെ മാറ്റി നിർത്തി സലീം കുമാറിന്റെ അഭിനയ പ്രതിഭയെ മലയാള സിനിമാ ലോകത്തിന് പരിചയപ്പെടുത്തിയവയായിരുന്നു അച്ഛനുറങ്ങാത്ത വീട്ടിലെ സാമുവേലും ആദാമിന്റെ മകൻ അബുവിലെ അബൂക്കയും. കോമഡി നടനായി അന്നേ വരെ വിലയിരുത്തപ്പെട്ട നടന്റെ പെട്ടെന്നുള്ള ചുവടുമാറ്റമായിരുന്നു ഈ സിനിമകൾ. അതുവരെ കണ്ടുപരിചയിച്ച സലീം കുമാറിനെ ആയിരുന്നില്ല ഈ സിനിമകളിൽ നാം കണ്ടിരുന്നത്. ചിരിച്ചും ചിന്തിപ്പിച്ചും സലീം കുമാറിന്റെ യാത്രയായിരുന്നു പിന്നീട് മലയാള സിനിമ സാക്ഷ്യം വഹിച്ചിരുന്നത്. ചിരിപ്പിക്കാൻ മാത്രമല്ല വൈകാരിക പ്രകടനങ്ങൾ കൊണ്ട് കണ്ണുനിറയിപ്പിക്കാനും സലീം കുമാറിന് സാധിച്ചിരുന്നു. ലാൽജോസ് സംവിധാനം ചെയ്ത 2025 പുറത്തിറങ്ങിയ അച്ഛനുറങ്ങാത്ത വീടിലെ സാമുവേലിനെ അതേ തീവ്രതയോടെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സലീം കുമാറിന് കഴിഞ്ഞു. നിസ്സഹായനായ പിതാവിന്റെ വേദന അവതരിപ്പിച്ച സലീം കുമാറിന് 2007 മികച്ച രണ്ടാമത്തെ നടനുള്ള കേരള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. ആദാമിന്റെ മകൻ അബുവിലെ അബൂക്ക വൈകാരിക മുഹൂർത്തങ്ങൾ ഏറെ നിറച്ച വേഷമായിരുന്നു. ഹജ്ജിന് പോവുക എന്നത് ഏറ്റവും വലിയ പുണ്യമായി കണക്കാക്കി അതിനുവേണ്ടി ജീവിക്കുന്ന അബുവിന്റെയും ഭാര്യ ഐഷുമ്മയുടെയും കഥയാണ് ആദാമിന്റെ മകൻ അബു. അബു എന്ന വൃദ്ധനായ അത്തറ് കച്ചവടക്കാരന് ജീവൻ നൽകിയ സലീം കുമാറിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും ആ വേഷത്തിലൂടെ ലഭിച്ചു. ആയുസിന്റെ സൂര്യൻ പടിഞ്ഞാറോട്ട് ചരിഞ്ഞു കഴിഞ്ഞു. അസ്തമയം അകലെയല്ല. 2024 ഒക്ടോബർ 10 ജന്മദിനത്തിൽ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിൽ സലീം കുമാർ പങ്കുവച്ചത് മരണം ആസന്നമായി എന്നാണ്. 2 വർഷം പിന്നിട്ടപ്പോൾ അദ്ദേഹത്തെ മരണം കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. കോവിഡ് കാലത്ത് സലീം കുമാർ മരിച്ചുവെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണമുണ്ടായിരുന്നു. അതെല്ലാം അദ്ദേഹം ചിരിച്ചു തള്ളി. അപ്പോഴും രോഗം അദ്ദേഹത്തെ 4 പാടുകളിൽ നിന്നും ആക്രമിച്ചു. ജീവിതമെന്ന മഹാസാഗരത്തിന്റെ ആയുസ് എന്ന വഞ്ചിയിലൂടെ എന്റെ യാത്ര 54 കാതങ്ങൾ പിന്നിട്ട് 55ലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. ഇത്രയും കാതങ്ങൾ പിന്നിടുന്നതിന് എന്റെ സഹയാത്രികർ എനിക്ക് നൽകിയ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും നന്ദി. ഈ മഹാസാഗരത്തിൽ എവിടെയോ എനിക്ക് വേണ്ടി ഒരു ചുഴി രൂപാന്തരപ്പെട്ടിരിക്കാം. അതിൽ അകപ്പെടുന്നതുവരെ എനിക്ക് ഈ വഞ്ചിയുമായി യാത്ര തുടർന്നേ പറ്റൂ. എന്റെ വഞ്ചിയിലാണെങ്കിൽ ദ്വാരങ്ങളും വീണു തുടങ്ങി. അതിലൂടെ കയറിയ വെള്ളം കോരിക്കളഞ്ഞ് ഞാൻ യാത്ര തുടരുകയാണ്. എനിക്ക് എത്ര കാലം ഇതിലൂടെ ഇങ്ങനെ തുഴയാൻ പറ്റുമെന്നറിയില്ല. എന്നാലും ഞാൻ യാത്ര തുടരുകയാണ്. അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഉണ്ടാകണം. സ്നേഹപൂർവ്വം നിങ്ങളുടെ സലീം കുമാർ എന്നിങ്ങനെയായിരുന്നു അന്നത്തെ ഫേസ്ബുക്ക് കുറിപ്പ്. കുറിപ്പിനെ കുറിച്ച് വ്യാപക ചർച്ചകൾ നടന്നു. അത് നെഗറ്റീവായി പോയി എന്ന് അടുപ്പക്കാർ പലരും സലീം കുമാറിനോട് പറഞ്ഞു. അതൊരു സത്യമാണെന്നിരിക്കെ മറച്ചുവെക്കുന്നത് എന്തിനി എന്നാണ് സലീം കുമാർ തിരിച്ചു ചോദിച്ചത്. നമ്മളെല്ലാം ഒരു തോണിയിൽ സഞ്ചരിക്കുന്ന ആളുകളാണ്. ഒരിക്കൽ ഒരു ചുഴിയിൽ നമ്മൾ അകപ്പെടും. നമുക്ക് മുൻപ് സഞ്ചരിച്ചവരൊക്കെ അകപ്പെട്ടിട്ടുണ്ട്. അത് മനസ്സിലുണ്ടെങ്കിൽ നാം അന്യരെ ദ്രോഹിക്കില്ല. ആ ചിന്ത ഇല്ലാത്തവർക്കാണ് എനിക്ക് അവരെ ശരിപ്പെടുത്തി കളയാമെന്ന് തോന്നുന്നത്. ഞാൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാറില്ല. കാരണം അസ്തമയത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിലുണ്ട്. ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോകേണ്ടവൻ മറ്റൊരു ജീവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിൽ എന്താണ് അർത്ഥം? അങ്ങനെ നോക്കുമ്പോൾ അസ്തമയത്തെക്കുറിച്ചുള്ള ചിന്തയും പോസിറ്റീവ് അല്ലേ? ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയായിരുന്നു. മലയാള സിനിമയുടെ പ്രിയതാരം സലീം കുമാറിന് വിട നൽകാൻ സാംസ്കാരിക കേരളവും ഒരുങ്ങുകയാണ്. വൈകിട്ട് പറവൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. രാവിലെ 9 മണി മുതൽ 1 മണി വരെയാണ് പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനം. സംസ്കാര ചടങ്ങുകളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കും. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. ഇന്നലെ രാത്രി 10:43 മലയാളത്തിന്റെ പ്രിയ നടൻ സലീം കുമാർ വിടവാങ്ങിയത്. മൃതദേഹം രാവിലെ 8 മണിയോടെ ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് സലീം കുമാറിന്റെ അന്ത്യം സംഭവിച്ചത്. അവശതകളെ തുടർന്ന് ഇന്നലെ രാവിലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിലെത്തിയ അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരുന്നു. അസുഖബാധിതനായിരുന്നെങ്കിലും പൊതുപരിപാടികളിൽ സലീം കുമാർ പങ്കെടുത്തിരുന്നു. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായതിനു പിന്നാലെ പറവൂർ മണ്ഡലത്തിൽ നടത്തിയ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത് ആശംസകൾ അറിയിച്ചിരുന്നു. ഒരേ സമയം മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. മിമിക്രിയുടെ ലോകത്തു നിന്നും വെള്ളിത്തിരയിലേക്ക് കടന്ന സലീം കുമാർ വാക്ചാതുരി കൊണ്ടും സവിശേഷമായ ശരീരഭാഷ കൊണ്ടും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച നിരവധി കഥാപാത്രങ്ങൾക്കാണ് ജീവൻ പകർന്നത്. ഒരേ സമയം മലയാളിയെ പൊട്ടിച്ചിരിപ്പിക്കുകയും കരുത്തുറ്റ സ്വഭാവ നടൻ എന്ന നിലയിൽ പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുകയും ചെയ്ത സമാനതകളില്ലാത്ത അഭിനയ പ്രതിഭയായിരുന്നു സലീം കുമാർ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.